നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 19/5/2026 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില. ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് ടാപ്പിംഗ് പുനരാരംഭിക്കുവാൻ മിക്ക ആൾക്കാരും ശ്രമിക്കുകയാണ്. കാര്യം ഭൂമി തണുത്തതിന് ശേഷം വീണ്ടും ടാപ്പിംഗ് തുടങ്ങി വളമൊക്കെ ഇടുവാൻ ആരംഭിക്കുകയാണ് മിക്ക റബ്ബർ കർഷകരും. നമുക്ക് റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 261, RSS ഫൈക്കിൽ 258, ISNA20 211, ലാറ്റക്സ് 60% DRCയിൽ 162.75 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS ഫോർക്കിൽ 261, RSS ഫൈക്കിൽ 258. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 157, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 117.75 പൈസ. ദേശവില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS ഫോർക്കിൽ 277.91 പൈസ, RSS ഫൈക്കിൽ 277.47 പൈസ. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ ലൂസ് കിലോ 252, ലോട്ട് കിലോ 210 മുതൽ 215 രൂപ. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 257, RSS 4 കിലോ 256.50 പൈസ, RSS ഫൈവ് കിലോ 250, ലോട്ട് കിലോ 217, ഒട്ടുപാൽ നോക്കുമ്പോൾ 153 രൂപ. ഫീൽഡ് ലാറ്റക്സ് 222 രൂപ. ഫാക്ടറി വില 232 രൂപ. ചെറുതായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 14,100, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 13,320, 35% DRC ഉള്ള 200 ലിറ്റർ 15,540. ഇനി കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS ഫോർക്കിൽ 253, RSS ഫൈവ് കിലോ 250, ISNA20 205 രൂപ 50 പൈസ മുതൽ 206 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 138 മുതൽ 151 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇനി കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,320, ഒരു പവന് 1,14,560. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 65 രൂപ, ഒരു പവൻ്റെ മുകളിൽ 520 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാതെ പൊട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേല 155, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 707, കുരുമുളക് ഗാർബിൾഡ് കിലോ 727, കുരുമുളക് പുതിയത് 697, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേല 155, അടയ്ക്ക പുതിയത് 390, കാഞ്ഞിരക്കുരു 1880, കയർ ഇഴക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 300. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ. എന്തായാലും UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര. നിയന്ത്രണങ്ങളുടെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ KSRTC പ്രതിമാസ ബാധ്യത 91 കോടിയാവും. സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ച് ചില നിയന്ത്രണങ്ങളോടെ ആകും നടപ്പാക്കുക. KSRTC മാനേജ്മെൻറ്റ് ഇക്കാര്യം UDF സർക്കാരിനെ അറിയിക്കും. നിലവിൽ KSRTCക്ക് ഇപ്പോൾ 8 കോടിയാണ് ദിവസ വരുമാനം. പെൻഷന് 80 കോടിയും ശമ്പളത്തിന് 50 കോടിയും പ്രതിമാസം സർക്കാർ നൽകുന്നതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് വലിയ ബാധ്യതയാകുമെന്ന് മാനേജ്മെൻറ്റ് വിലയിരുത്തൽ. എല്ലാ ക്ലാസുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിദിന വരുമാനത്തിൽ നിന്ന് 3.2 കോടിയുടെ കുറവുണ്ടാകും. KSRTCയിൽ വനിതാ യാത്രക്കാർ ഏകദേശം 40%. KSRTC ബസ്സുകളിലെ വനിതാ യാത്രക്കാർ ആകെ യാത്രക്കാരുടെ 40%-ലേറെയാണ്. സിറ്റി ഓർഡിനറി ബസ്സുകളിൽ 60%. നിശ്ചിത തുകയ്ക്കുള്ള സൗജന്യ കാർഡുകൾ പുറത്തിറക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മാനേജ്മെൻറ്റ് മുന്നോട്ട് വച്ചേക്കും. എന്തായാലും ഇതിനുള്ള അധിക ബാധ്യത സർക്കാർ കണ്ടെത്തേണ്ടി വരും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി.